പ്രിയമുള്ളവർ, ഇതാണ് ഇന്നത്തെ നമ്മളുടെ ചോദ്യം. 108 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു പോസ്റ്റിനെ കടന്നു പോകുവാൻ എടുക്കുന്ന സമയം എത്ര? ഇവിടെ ദൂരവും സമയവും വേഗതയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്പീഡ് കാണുവാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് വേഗത ഇസ് ഈക്വൽ ടു ദൂരം ബൈ സമയം എന്നാണ്. ഷോർട്ടാക്കി എഴുതാൻ എസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ടി എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് എന്താണ്? സമയമാണ്. അപ്പോൾ സമയം, ഇതിൽ നിന്ന് സമയം കാണുവാനായിട്ട് ടി ഇസ് ഈക്വൽ ടു ഡി ബൈ എസ്, അതായത് സമയം ഇസ് ഈക്വൽ ടു ദൂരം ബൈ വേഗതയാണ്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന സമയം വേഗത എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത് 108 കിലോമീറ്റർ ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. പിന്നെ തീവണ്ടിയുടെ നീളം ശ്രദ്ധിക്കുക, തീവണ്ടിയുടെ നീളം 180 മീറ്റർ. ഇത് തന്നെയാണ് നമ്മൾ നീളമായിട്ട് ഇവിടുത്തെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. തീവണ്ടിയുടെ നീളം തന്നെയാണ്, അത് മീറ്ററിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ കിലോമീറ്റർ അല്ലേ തന്നിരിക്കുന്ന. കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് 108നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ചെയ്താൽ വെട്ടിപ്പോവും, 6 കിട്ടും. 6 × 5 എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡാണ്. ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 180 മീറ്റർ, അതായത് ട്രെയിനിൻ്റെ നീളം തന്നെയാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് ടൈം നോക്കാം. ടൈം ഇസ് ഈക്വൽ ടു ഡി ബൈ എസ് ആണ്. ഡി എന്ന് പറയുന്നത് 180 മീറ്റർ ആണ്. എസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 30 ആണ്. ഈ 0യും 0യും വെട്ടിപ്പോവും. 18/3 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഇവിടുത്തെ മീറ്ററും വെട്ടിപ്പോവും. സെക്കൻഡ്, അതായത് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 6 സെക്കൻഡാണ്. ഓക്കേ.